സാധാരണയായി ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ചെയ്യുന്ന വേറെ ഒരു പ്രൊസീജിയറാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. എന്താണ് കൊളോണോസ്കോപ്പി? ഒരു ട്യൂബിൻ്റെ അറ്റത്ത് ക്യാമറ ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ വൻകുടലിലൂടെ കടത്തി ചെറുകുടലിൻ്റെ അവസാന ഭാഗം വൻകുടലുമായി ചേരുന്ന ഭാഗവും കൂടെ കണ്ട് രോഗനിർണയം നടത്താനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുമുള്ള ഒരു പ്രൊസീജിയർ, ബയോപ്സികൾ എടുക്കാനുമുള്ള ഒരു പ്രൊസീജിയറാണ് കൊളോണോസ്കോപ്പി എന്ന് പറയുന്നത്. ആർക്കൊക്കെയാണ് പൊതുവായി കൊളോണോസ്കോപ്പി നിർദ്ദേശിക്കാറ്? മലം പോകാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, കോൺസ്റ്റിപ്പേഷൻ എന്ന അവസ്ഥ ഉള്ളവർ, മലം ലൂസായി പോയിക്കൊണ്ടിരിക്കുക, അത് ഒരു മോർ ദാൻ 1 month, ഒരു മാസത്തിൽ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ ഉള്ളവർ, വയറുവേദന അനുഭവപ്പെടുന്നവർ, ഇതോടുകൂടെ തന്നെ ശരീരഭാരം കുറയുക, അമിതമായ ക്ഷീണം, രക്തത്തിൻ്റെ അളവ് കുറയുക, മലം പോകുമ്പോൾ ബ്ലീഡിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ മലം കറുത്ത് പോവുക എന്നിങ്ങനെയുള്ള അവസ്ഥയുള്ളവർക്കും കൊളോണോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്. വൻകുടലിൽ ക്യാൻസർ എന്ന ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും കൊളോണോസ്കോപ്പി 40 വയസ്സിന് മുകളിൽ നിർദ്ദേശിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിന് മുൻപായി വൻകുടലിൻ്റെ ലക്ഷണങ്ങളുള്ളവർക്ക് അതിന് മുൻപായി തന്നെ കൊളോണോസ്കോപ്പി നിർദ്ദേശിക്കാറുണ്ട്. ഇതിൻ്റെ ഉദ്ദേശം വൻകുടലിൽ എന്തെങ്കിലും പോളിപ്പുകളോ ഗ്രോത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നതിനായും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യാനുമായുമാണ് കൊളോണോസ്കോപ്പി നിർദ്ദേശിക്കാറ്. എന്താണ് ഇതിനുള്ള പ്രിപ്പറേഷൻ? ഒരു OP പ്രൊസീജിയറായും വേണമെങ്കിൽ അഡ്മിഷൻ ചെയ്തും കൊളോണോസ്കോപ്പി എന്ന പ്രൊസീജിയർ ചെയ്യാവുന്നതാണ്. വയറ് കഴുകുക, അതായത് മരുന്ന് കുടിച്ച് വയറ് കഴുകി നമ്മൾ ഡിന്നറിന് ശേഷം പിന്നെ സോളിഡ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാതെ ഈ വയറ് കഴുകുന്ന മരുന്നിനോടുകൂടെ തന്നെ ക്ഷീണം വരാതിരിക്കാനായി കളർലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ്, അതായത് വെള്ളം, ഇളനീര്, ലൈം ജ്യൂസ് മുതലായ ലിക്വിഡ്സും കഴിക്കാവുന്നതാണ്. സെഡേഷൻ കൊടുത്ത് കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ ഈ കൊളോണോസ്കോപ്പി എന്ന പ്രൊസീജിയർ കംപ്ലീറ്റ്ലി പെയിൻലെസ് ആയി ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്തൊക്കെ അസുഖങ്ങളാണ് കൃത്യമായി കൊളോണോസ്കോപ്പി ചെയ്യുന്നത് വഴി നിർണ്ണയിക്കാനാവുക? ചെറുകുടലിൻ്റെ TB അണുബാധ അല്ലെങ്കിൽ IBD എന്ന അവസ്ഥ. IBD എന്ന രോഗാവസ്ഥയിൽ 2 തരമുണ്ട്. അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് എന്ന രോഗം. അപ്പോൾ കൊളോണോസ്കോപ്പി ചെയ്ത് ബയോപ്സി ചെയ്യുന്നത് വഴി IBD ഉണ്ടോ, ആ ലക്ഷണങ്ങളുള്ളവർക്ക് IBD ഉണ്ടോ എന്ന് കൃത്യമായി രോഗനിർണയം നടത്താനാവും. കൊളോണിക് പോളിപ്സ് എന്നതാണ് അടുത്ത ഒരു മേജർ. അതായത് വൻകുടലിൽ പോളിപ്പുകൾ വന്ന് അത് ഗ്രോ ചെയ്താണ് പിന്നീട് കോളൻ ക്യാൻസർ ആകാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ വൻകുടലിൽ പോളിപ്പുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് നമ്മൾ കൊളോണോസ്കോപ്പി എന്ന പ്രൊസീജിയർ വഴി തന്നെ ആ പോളിപ്പുകൾ റിമൂവ് ചെയ്യാനായും സാധിക്കുന്നതാണ്. വൻകുടലിലുള്ള ക്യാൻസർ, മലദ്വാരത്തിലുള്ള പൈൽസിൻ്റെ അവസ്ഥ, കൊളൈറ്റിസ് എന്ന അവസ്ഥ, അതായത് വൻകുടലിൽ നീർക്കെട്ട് വരിക, അത് പല തരത്തിലുണ്ടാവാം. ബ്ലഡ് സപ്ലൈ കുറഞ്ഞിട്ടുള്ള കൊളൈറ്റിസ് ആവാം, അല്ലെങ്കിൽ വൻകുടലിൽ പൊത്തുകൾ വരുന്ന ഡൈവേർട്ടിക്ലോസിസ് എന്ന അസുഖത്തിൻ്റെ ഭാഗമായി വരുന്ന കൊളൈറ്റിസ്, പല മരുന്നുകളുടെ ഉപയോഗം കാരണമുള്ള കൊളൈറ്റിസ് എന്നിങ്ങനെയുള്ള അവസ്ഥകളും കൊളോണോസ്കോപ്പി വഴി കൃത്യമായും നിർണ്ണയിക്കാനാവുന്നതാണ്.